എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ക്യാറ്റ് ലേഡിയും സൈഫോണും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടയടി ബഹളം. ക്യാറ്റ് ലേഡിക്കാണെങ്കിൽ അവളുടെ കൺട്രോൾ പോവും. അവൾ പതിയെ പതിയെ അവളുടെ ടെറർ ഫോമിലേക്ക് വന്ന് അവളുടെ പവർ അങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കാണുമ്പോൾ സൈഫോൺ ആണെങ്കിൽ കുറച്ച് പേടിയൊക്കെ തോന്നും. അവൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ക്യാറ്റ് ലേഡി അവളുടെ പവർ ഉപയോഗിച്ച് അവിടെ ഒരു വലിയ പൊട്ടിത്തെറി അത് തന്നെ ഉണ്ടാക്കുകയാണ്. ആ ഒരു പൊട്ടിത്തെറിയിൽ സൈഫോൺ ആണെങ്കിൽ യാതൊന്നും സംഭവിക്കില്ല. ക്യാറ്റ് ലേഡിക്കാണെങ്കിൽ സൈഫോണിനെ കൊല്ലണം എന്നൊരു ആഗ്രഹമില്ല. പക്ഷേ അവളുടെ തെറ്റിദ്ധാരണയും ആവശ്യമില്ലാത്ത വാശിയൊക്കെ മാറ്റിയെടുത്ത് അവളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നൊരാഗ്രഹം അവൾക്കുണ്ട്. പക്ഷെ സൈഫോൺ അവൾ അതൊന്നും തന്നെ മൈൻഡ് ചെയ്യാതെ അങ്ങനെ ചാടി വന്ന് കൊച്ചു കുട്ടികളെ പോലെ ഇപ്പൊ ക്യാറ്റ് ലേഡിയെ അച്ചറം പൊച്ചറം അറ്റാക്ക് ചെയ്യും. അതിന് ക്യാറ്റ് ലേഡി അവളുടെ കൈ പിടിച്ച് വലിച്ച് അങ്ങനെ മടക്കി ലോക്ക് ചെയ്യാണ്. സൈഫോണിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഇത്രയും നേരവും അവളുടെ അറ്റാക്കുകളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ക്യാറ്റ് ലേഡി അവളിപ്പോ പവർഫുള്ളായി അവളുടെ അറ്റാക്കുകളെ പ്രിവെന്റ് ചെയ്യാണ്. ഇത്രയും വർഷക്കാലത്തെ എന്റെ ട്രെയിനിങ്ങും പരിശ്രമവും അതെല്ലാം തന്നെ വെറുതെ ആയി പോവോ? സൈഫോൺ ആണെങ്കിൽ ഒരു സെക്കൻഡ് അവളുടെ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. കുഞ്ഞു സൈഫോണിന് അവളുടെ പപ്പയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പപ്പയാണ് ആദ്യമായിട്ട് ക്യാറ്റ് ലേഡിയെ സൈഫോണിന് കാണിച്ചു കൊടുത്തത്. ക്യാറ്റ് ലേഡി ഷിഗോൺ ഫാമിലിയിലെ ക്വീനാണ്. അവളാണ് സെക്കൻഡ് സ്ക്വാഡ് ക്യാപ്റ്റൻ എന്നും അവൾക്ക് ഒരുപാട് പവർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവളുടെ പപ്പ ഇപ്പോ ക്യാറ്റ് ലേഡിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. പപ്പയാണെങ്കിൽ അവളോട് പറയും, ഈ പ്രിൻസസ് ഇവൾ നമ്മുടെ ക്ലാനിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നീയും ഈ ക്യാറ്റ് ലേഡി പ്രിൻസസിന് വേണ്ടി ഒരുപാട് സഹായമൊക്കെ ചെയ്ത് അവളുടെ ഒരു അസിസ്റ്റന്റായി അവളുടെ കൂടെ ഉണ്ടാവണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരുപാട് ആൾക്കാർ സുഹൈൻ ക്ലാനിൽ വർക്ക് ചെയ്യാനായിട്ട് കടന്നു വരികയാണ്. അവർക്ക് ട്രെയിനിങ്ങും ഫൈറ്റും മൂവ്മെന്റ്സും ഒക്കെ അവിടെയുള്ള ട്രെയിനേഴ്സ് പഠിപ്പിച്ചും പറഞ്ഞുമൊക്കെ കൊടുക്കുകയാണ്. നമ്മുടെ കുഞ്ഞു സൈഫോണും ദിവസങ്ങൾ കഴിയുന്തോറും പ്രാക്ടീസും ട്രെയിനിങ്ങും ഒക്കെ എടുത്ത് നന്നായിട്ട് സ്ട്രോങ് ആയി വരികയാണ്. ഒരുപാട് സോൾജേഴ്സിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് അവളിപ്പോ നല്ല പവർഫുൾ ആവും. അതിനുശേഷം സാക്ഷാൽ ക്യാറ്റ് ലേഡി ആയിട്ട് അവൾ ഫൈറ്റ് ചെയ്യും. ആ ഒരു ഫൈറ്റിൽ സൈഫോൺ ആണെങ്കിൽ ദയനീയമായിട്ട് പരാജയപ്പെടും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത മാസങ്ങൾക്ക് ശേഷം ഒരുപാട് ട്രെയിനിങ് ഒക്കെ എടുത്ത് സൈഫോൺ അവളാണെങ്കിൽ സെക്കൻഡ് കമാൻഡർ യൂണിറ്റിൽ ഒരു മെമ്പറായി മാറും. അതിനുശേഷം വീണ്ടും അവൾ ഒരുപാട് ട്രെയിനിങ് ഒക്കെ എടുത്ത് ക്യാറ്റ് ലേഡിയുടെ അസിസ്റ്റന്റായി മാറുകയാണ്. ഡയറക്റ്റായി ഫസ്റ്റ് ടൈം റിപ്പോർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ കടന്നു വരികയാണ്. അത് കണ്ട നമ്മുടെ ക്യാറ്റ് ലേഡി അവളാണെങ്കിൽ സൈഫോണിനോട് പറയും, നീ വളരെയധികം ഫോർമലാണ്. ഇത്രയും ഫോർമാലിറ്റി ഒന്നും നമ്മുടെ ഗ്രൂപ്പിൽ ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഒരു നല്ല ഫ്രണ്ടായിട്ട് കരുതാം. എന്റെ പേര് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം. സൈഫോണിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. അവൾ ഹാപ്പിയായി അങ്ങനെ ക്യാറ്റ് ലേഡിയെ തന്നെ നോക്കും. ഇത്രയും സിമ്പിളായ പവർഫുള്ളായ നല്ലൊരു ക്യാരക്ടറുള്ള ഒരാളെ പോലും അവൾ ഇതുവരെ കണ്ടിട്ടില്ല. ദിവസങ്ങളാണെങ്കിൽ അങ്ങനെ കടന്നു പോകുന്തോറും അവർ രണ്ടുപേരും തമ്മിൽ ഇപ്പൊ നല്ലൊരു ബോണ്ട് ഉണ്ടാവുകയാണ്. സൈഫോണിനെ ക്യാറ്റ് ലേഡി ആണെങ്കിൽ അവളുടെ സ്വന്തം സിസ്റ്ററായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. എല്ലാ കാര്യങ്ങളിലും അവളെ ചേർത്ത് നിർത്തും. അവളെ കിഡ് ചെയ്യുക, സന്തോഷിപ്പിക്കുക, ട്രെയിനിങ് കൊടുക്കുക, മിഷൻസിലെല്ലാം അവളെ കൂടെ കൂട്ടുക. അങ്ങനെ അവളെ സ്മാർട്ടാക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഒരു ദിവസം നമ്മുടെ ക്യാറ്റ് ലേഡി സൈഫോണിന് ഹോളോയെ എങ്ങനെ അറ്റാക്ക് ചെയ്യാം, അവറ്റകളെ എങ്ങനെ തകർക്കാം എന്ന് ട്രെയിനിങ് കൊടുക്കുകയാണ്. ട്രെയിനിങ്ങിന്റെ ഇടയിൽ സൈഫോണിനെ ഒരു ഹോളോ അത് കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്ത് അങ്ങനെ കയ്യിൽ മുറുക്കെ പിടിക്കും. അത് കണ്ട ക്യാറ്റ് ലേഡി ആണെങ്കിൽ ഞൊടിയിടയിൽ ആ ഹോലോയെ തകർത്ത് സൈഫോണിനെ അവളെ സേഫായി താഴെ ഇറക്കും. പക്ഷെ സൈഫോൺ ആണെങ്കിൽ അതിൽ വല്ലാതെ ഡിസപ്പോയിന്റഡ് ആവും. കാരണം സൈഫോണിന്റെ ഡ്യൂട്ടി അത് ക്യാറ്റ് ലേഡിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ്. ഇപ്പൊ അതേ ക്യാറ്റ് ലേഡി തന്നെ അവളുടെ ജീവൻ പ്രൊട്ടക്ട് ചെയ്യേണ്ട അവസ്ഥ വന്നു. സോ കുറ്റബോധത്തിൽ അവൾ തല താഴ്ത്തിയിരിക്കും. കുറ്റബോധത്തിലും വിഷമത്തിലും നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അവളാണെങ്കിൽ നന്നായിട്ട് ട്രെയിനിങ് എടുക്കാനായിട്ട് തുടങ്ങും. എങ്ങനെയെങ്കിലും അവളുടെ പവറും എബിലിറ്റിയും അതെല്ലാം തന്നെ 10 മടങ്ങാക്കുക എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ അവളുടെ ഏക ലക്ഷ്യം. എന്ത് വില കൊടുത്തും എന്റെ പവർ അത് ഞാൻ ഇൻക്രീസ് ചെയ്ത് ക്യാറ്റ് ലേഡിയെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നു പറഞ്ഞ് അവൾ വളരെ ഹാർഡായിട്ട് നിർത്താതെ ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. ഈ കാഴ്ചകളെല്ലാം കണ്ട് ക്യാറ്റ് ലേഡി അവൾ അവിടേക്ക് വന്ന് അവളെ സമാധാനിപ്പിക്കുകയാണ്. സത്യത്തിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയും കഷ്ടപ്പെട്ട് നീ ട്രെയിനിങ് എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നീ ഒരു ചെറിയ പെൺകുട്ടിയാണ്. നിന്റെ ലെവലില് നീ ഇപ്പൊ പവർഫുൾ തന്നെയാണ്. പതിയെ നീ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് സ്ട്രോങ് ആവുമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും. അത് കേൾക്കുമ്പോൾ അവൾക്കും ഒരുപാട് സന്തോഷാവും. അതിനുശേഷം അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് അങ്ങനെ സംസാരിക്കുകയാണ്. ലേഡി ആണെങ്കിൽ അവളെ സ്വന്തം അനുജത്തിയെ പോലെ ഒരുപാട് സ്നേഹിച്ചും അവളോട് കഥകൾ പറഞ്ഞും കുശലം പറഞ്ഞും അങ്ങനെ അവളെ ചേർത്ത് പിടിക്കുകയാണ്. അതേസമയം അവളുടെ മനസ്സിലാണെങ്കിൽ ഒരു സിസ്റ്ററിനോട് തോന്നുന്ന സ്നേഹത്തിനപ്പുറം മറ്റെന്തൊക്കെയോ ചില അഫക്ഷൻസ് ഇപ്പൊ ക്യാറ്റ് ലേഡിയോട് തോന്നും. അങ്ങനെ
അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ എന്തോ ഒരു ന്യൂസ് കേട്ട് സൈഫോൺ അവൾ ഷോക്കായി ഇപ്പൊ ക്യാറ്റ് ലേഡി അന്വേഷിച്ച് ചാടി ഓടുകയാണ്. അവള് കേട്ട ന്യൂസ് അത് മറ്റൊന്നുമല്ല, സാക്ഷാൽ ക്യാറ്റ് ലേഡി. അവള് സോൾ സൊസൈറ്റിയിൽ നിന്ന് വിഡ്രോ ചെയ്ത് സാധാരണ ഹ്യൂമൻ വേൾഡിലേക്ക് പോയി എന്ന ന്യൂസാണ് അവൾ അറിയുക. അവൾക്കാണെങ്കിൽ അത് വിശ്വസിക്കാനും ആക്സെപ്റ്റ് ചെയ്യാനും കഴിയാത്തൊരു ന്യൂസാണ്. അവൾ അവസാനമായി ക്യാറ്റ് ലേഡിയുടെ ആ ഒരു റൂമിലേക്ക് വരികയാണ്. അവൾക്ക് ക്യാറ്റ് ലേഡിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരു സഹോദരിയെ കഴിഞ്ഞും ഒരു പാർട്ട്ണറിനെ പോലെയാണ് അവൾ ക്യാറ്റ് ലേഡിയെ സ്നേഹിച്ചത്. ഒരു വാക്ക് പോലും അവളോട് പറയാതെ അവളെ ഉപേക്ഷിച്ച് ക്യാറ്റ് ലേഡി പോയി. മനസ്സ് തകർന്ന സൈഫോൺ ആണെങ്കിൽ അങ്ങനെ സങ്കടത്തില് തല താഴ്ത്തി നിൽക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സൈഫോൺ അവളാണെങ്കിൽ പൊട്ടിക്കരയാണ്. അതിനുശേഷം ക്യാറ്റ് ലേഡിയുടെ കാൽക്കൽ വീണ് അവളോട് പറയും, ഒരല്പമെങ്കിലും സ്നേഹവും ഇഷ്ടവും എന്നോട് കാണിച്ചൂടെ? ഒരു വാക്കെങ്കിലും എന്നോട് പറഞ്ഞ് പോകാമായിരുന്നില്ലേ? നിങ്ങൾ എവിടേക്ക് പോയാലും അവിടേക്ക് വരാൻ ഞാൻ തയ്യാറായിരുന്നു. നിങ്ങളുടെ കൂടെ ജീവിക്കാനാണ് എനിക്ക് ഏറെ ഇഷ്ടം. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ആശ്വാസവും ആശ്രയവും നിങ്ങൾ മാത്രമായിരുന്നു. അത് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോയപ്പോൾ ഞാനൊരു മോൺസ്റ്ററായി മാറി. എനിക്ക് നിങ്ങളോടുള്ള പക അതങ്ങനെ വളർന്നു വന്നു. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൾ നിർത്താതെ കരയാണ്. ക്യാറ്റ് ലേഡിക്കാണെങ്കിൽ അത് കണ്ട് വല്ലാത്തൊരു ഷോക്ക് തോന്നും. അവൾ പ്രത്യേകിച്ച് മറുപടി പറയാതെ പുറകിലേക്ക് നടക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് കോമയുടെ ലൂട്ടനൻസ് അവരെ കാണിക്കുകയാണ്. അവരാണെങ്കിൽ കാഷ്വലായിട്ട് എന്തൊക്കെയോ സംസാരിച്ച് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ക്യാറ്റ് ലേഡിയുടെയും സൈഫിന്റെയും ഫൈറ്റ് അതൊക്കെ കണ്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ കാഷ്വലായിട്ട് എന്തൊക്കെയോ സംസാരിച്ച് അതിനുശേഷം തർക്കിക്കാനായിട്ട് തുടങ്ങും. പിന്നീട് തങ്ങളിൽ ആരാണ് സ്മാർട്ട് എന്നറിയാനായിട്ട് അവര് റോക്ക് പേപ്പർ സിസറൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ ഹായ് ആയിട്ട് ഗെയിം കളിക്കുമ്പോഴായിരിക്കും വല്ലാത്തൊരു സ്പിരിച്വൽ എനർജി അവർക്ക് സെൻസ് ചെയ്യാനായിട്ട് കഴിയുക. ആ മൊട്ടയ്ക്കാണെങ്കിൽ ആ സ്പിരിച്വൽ എനർജി അത് കിട്ടുമ്പോൾ തന്നെ മനസ്സിലാവും അത് മറ്റാരുടെയല്ല, സാക്ഷാൽ ഇച്ചിഗോയുടേതാണെന്ന്. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് റുക്കയെ ലോക്ക് ചെയ്തിരുന്ന ആ ബേസ് കാണിക്കും. അവിടെയാണെങ്കിൽ ഇപ്പോഴും ക്യാപ്റ്റൻ കുച്ചിക്കോയും ഇച്ചിഗോയും അവർ രണ്ടുപേരുടെ ഫുൾ ഫോഴ്സ് ഒക്കെ അങ്ങനെ റിലീസ് ചെയ്ത് നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇച്ചിഗോ ആണെങ്കിൽ നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് ഇപ്പൊ കുച്ചിക്കോയോട് പറയും, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ ബാങ്കായ റിലീസ് ചെയ്യ്, എനിക്ക് നിന്റെ ബാങ്കായെ കാണണം, അതുമായിട്ട് ഫൈറ്റ് ചെയ്യണം. പക്ഷെ കുച്ചിക്കയാണെങ്കിൽ ഹീറോ പറയുന്ന മൈൻഡ് ചെയ്യാതെ അവന്റെ മറ്റു ചില പവറുകളൊക്കെ ഉപയോഗിച്ച് ഹീറോയെ അറ്റാക്ക് ചെയ്യും. അവനവന്റെ സ്ക്വാഡ് അതങ്ങനെ കറക്കി ഒരുപാട് ഫ്ലോർ പാറ്റൽസ് അത് ക്രിയേറ്റ് ചെയ്ത് ഇച്ചിഗോയെ റൗണ്ട് ചെയ്യും. അത് കണ്ട് ടെൻഷനായ ഹീറോ വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാക്കി അവന്റെ ടെക്നിക്സ് എല്ലാം തന്നെ മുളയിലെ നുള്ളിക്കളയും. കുച്ചിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഇവനെ കൊണ്ട് എങ്ങനെ എന്റെ ടെക്നിക്സ് അത് മുൻപേ പ്രഡിക്റ്റ് ചെയ്ത് അതിനെ ടോച്ച് ചെയ്യാൻ കഴിഞ്ഞു. കുച്ചിക്ക് ഇപ്പോ അവന്റെ കയ്യിലേക്ക് നോക്കും. അവന്റെ കയ്യില് നല്ല രീതിയിൽ പരുക്ക് പറ്റി ബ്ലഡ് അങ്ങനെ തുളുമ്പുകയാണ്. ഹീറോ അവനോട് അടിച്ചു പറയും, മര്യാദയ്ക്ക് നീ നിന്റെ ബാങ്കായി അത് റിലീസ് ചെയ്യ്. അത് നീ റിലീസ് ചെയ്തിട്ടില്ല എങ്കിൽ വളരെ വേഗം തന്നെ നിന്നെ ഞാൻ തല്ലി കൊല്ലും എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.